നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി ബസ്സിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തുക ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി യുവതിക്കാണ്, കൊല്ലത്തുള്ള ഒരു യുവതിക്കാണ് ഇത്തരത്തിൽ ഒരു അപമാനം, അല്ലെങ്കിൽ ആ യുവതിക്കാണ് ഇത്തരത്തിലൊരു പ്രശ്നം നേരിടേണ്ടി വന്നത്. യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ അതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താൻ കൊല്ലം സിറ്റി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങിയ വ്യക്തി മറ്റൊരു ബസ്സിൽ കയറി പോവുകയായിരുന്നു. ബസ് സർവീസ് വിവരങ്ങൾ അടക്കം ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ യുവതി ഉടൻ പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. സംശയം തോന്നിയപ്പോൾ സംഭവം റെക്കോർഡ് ചെയ്തെന്ന് യാത്രക്കാരി പറഞ്ഞു. കണ്ടക്ടറോട് പറഞ്ഞിരുന്നില്ല. അതിനു മുൻപ് തന്നെ ഈ വീഡിയോ എല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ബസ് ഇറങ്ങിയതിനു ശേഷം പരിശോധിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്. പരാതി നൽകാൻ പോവുകയാണ്. യാത്രക്കാരൻ കൊല്ലത്ത് തന്നെയാണ് ഇറങ്ങിയതെന്നും യുവതി പറഞ്ഞിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. CCTV ഉൾപ്പെടെ പരിശോധിക്കും. ആ യാത്രയിൽ, ബസ് യാത്രയിൽ മറ്റുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. പക്ഷേ അവർ മുൻവശത്തായതിനാൽ അധികം ആരും അത് ശ്രദ്ധിച്ചില്ല. ഈ സീറ്റിന്, യുവതി ഇരിക്കുന്ന സീറ്റിന് നേരെ തന്നെയായിട്ടാണ് ഇയാളും ഇരുന്നിരുന്നത്. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇത് യുവതി മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയായിരുന്നു. ഏതായാലും കൃത്യമായി തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇയാളുടെ ചിത്രങ്ങൾ സഹിതം പതിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഒരു പക്ഷേ ഈ വീഡിയോ, മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കണ്ടോ കണ്ടില്ലയോ, പക്ഷേ അയാൾ അതൊന്നും, ഇത്രയേറെ പെൺകുട്ടി അവിടെ നിന്ന് നോക്കിയിട്ടും അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ട് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അയാൾ അത് നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് ഇറങ്ങിയതിനു ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് കണ്ടക്ടറോടോ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവറോടോ ഒന്നും തന്നെ യുവതി പരാതി പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിയെ എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും പലപ്പോഴും കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് രണ്ട് പെൺകുട്ടികൾ ഇരിക്കുവാണ്. അതിന് ഏറ്റവും അറ്റത്തായിട്ട് ഒരു പ്രായം ചെന്നൊരു മധ്യവയസ്കനാണ് ഇരിക്കുന്നത്. ഇയാൾ അതിനിടയിൽ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കൈകൊണ്ട് സ്പർശിക്കുന്നത് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. അതിനിടയിൽ ഏറ്റവും ജനലിന്റെ വശത്തുള്ള ഈ ഒരു സീറ്റിലിരുന്ന പെൺകുട്ടി എണീറ്റു പോയിട്ട് ഇയാളെ മർദ്ദിക്കുകയും അവിടെ വെച്ച് തന്നെ വളരെ ഉറക്കെ ഇയാളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് കാണാൻ സാധിക്കുന്നത്. ഇയാൾ കൈകൂപ്പി, ബസ്സിൽ ആരും തന്നെ ആ സമയത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇയാൾ ആ സമയത്ത് കൈകൂപ്പി ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടിയോട് മാപ്പ് ചോദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഈ പെൺകുട്ടി അപ്പോഴും നിന്റെ വീട്ടിൽ അമ്മയില്ലേ, പെങ്ങളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കയർക്കുന്നതും ഇയാളുടെ കവിളിൽ അടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ആ സമയത്ത് അവിടെ ഇരുന്ന് ഒരാളും തന്നെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്കും കാണാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ബസ്സിലിരുന്ന് തൊട്ടപ്പുറത്തിരുന്ന യുവതിയോട് അശ്ലീലത പ്രകടിപ്പിച്ചപ്പോൾ അവിടെ ഉറക്കെ എണീറ്റ് നിന്ന് പ്രതികരിച്ചപ്പോൾ ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ആ പ്രതിയെ പൂമാലയിട്ട് സ്വീകരിച്ച ചരിത്രവും നമ്മുടെ കേരളത്തിലുണ്ട്. അതേ പ്രതി തന്നെ പിന്നീട് കുറച്ചു മാസങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു പെൺകുട്ടിയോടും ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏതായാലും നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴും, ഒറ്റയ്ക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നടന്നു പോവുകയാണെങ്കിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരാൾ ഒറ്റയ്ക്കാണ് എന്ന് കാണുമ്പോൾ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് കുറെ ആളുകൾ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ യുവതികൾക്കെതിരെ ആക്രമവുമായി വരുന്നത് ഒരു പതിവ് തന്നെയാണ്. പലരും ഇത് പരാതിപ്പെടുന്നുണ്ട്, പലരും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി വെക്കുന്നുണ്ട്. എന്നാൽ ചിലരൊക്കെ തന്നെ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞു പോവുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ദിനംപ്രതി വർദ്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാമ്യം കിട്ടും, പുറത്തിറങ്ങും. പിന്നീട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ചെയ്യുന്ന ആൾക്ക് അവരുടെ വീട്ടിൽ ഒരു സ്ത്രീയുണ്ടോ, പെൺകുട്ടിയുണ്ടോ, യുവതിയുണ്ടോ എന്നൊന്നുമില്ല. ആ സമയത്ത് ആരാണ് അവരുടെ മുൻപിലുള്ളത് അവർക്ക് നേരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതികൾ പിന്തുടരുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വാർത്തയിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല കൃത്യമായിട്ടുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.